ജീവിതത്തിൽ പ്രതിസന്ധികൾ എന്നത് നമ്മളെല്ലാവർക്കും പൊതു അനുഭവമാണ്. ഒരു വ്യക്തി എന്ന നിലയിൽ, കുടുംബ ജീവിതത്തിൽ, സൗഹൃദങ്ങളിൽ, തൊഴിൽ, എല്ലായിടത്തും ഈ പ്രതിസന്ധികൾ നമ്മെ പരീക്ഷിക്കാനാണ് വരുന്നത്. ഇവയെ ഭയക്കാതെ പാഠമാക്കി അതിജീവിച്ചവരാണ് വിജയികൾ. പക്ഷെ പലരാലും അതൊന്നും സാധിക്കാറില്ല. അങ്ങനെ നിമിഷ നേരത്തിലുണ്ടാകുന്ന മാനസിക തകരാറുകൾ കാരണം ഒരാളുടെ ജീവിതം തന്നെ നശിച്ചു പോകും. ഒരുപക്ഷെ മറ്റൊരാളുടെ ജീവിതം കൊണ്ടുപോയി തീർക്കാറുമുണ്ട്. ഇവിടെ ഇവയെക്കുറിച്ചുള്ള വലിയ അറിവുകളൊക്കെ നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ വഴി ലഭിക്കുന്നുണ്ട്. എന്നാലും അവിടെയും ഒരു ചോദ്യം വരുന്നുണ്ട്: പ്രതിസന്ധികളെ എങ്ങനെ നേരിടണമെന്ന് ആരെങ്കിലും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഈ ഒരു സംഭവവും ഒരാളുടെ പെട്ടെന്നുണ്ടായ ഒരു പിഴച്ച തീരുമാനത്തിലൂടെ നഷ്ടപ്പെട്ട ഒരു ജീവനെക്കുറിച്ചാണ്. ഒരു പിതാവ് തൻ്റെ സ്വന്തം മകളെ കൊന്ന ഹൃദയഹാരിയായ ഒരു സംഭവത്തെക്കുറിച്ച്. ഇതൊരു വെറും ക്രൈം സ്റ്റോറി അല്ല. ഇതൊരു മനുഷ്യന്റെ മാനസിക തളർച്ചയുടെ, ഒരു പിതാവിന്റെ സംഘർഷങ്ങളുടെ, ഒരു സമൂഹത്തിന്റെ നീറിപ്പോകുന്ന നിസ്സംഗതയുടെ കഥയാണ്. അവസാനം നമ്മൾ എല്ലാവരും ചോദിച്ചു പോകുന്ന ഒരൊറ്റ ചോദ്യം: നമ്മളെല്ലാവരും എവിടെയാണ് പരാജയപ്പെട്ടത്? ജൂലൈ മാസത്തിന്റെ ആദ്യവാരം ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളത്ത് നിന്നും ഒരു വാർത്ത പുറത്തു വരുന്നു. 28 വയസ്സുകാരിയായ ഏഞ്ചലിനെ തന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നായിരുന്നു വാർത്ത. ഇത് കേട്ട എല്ലാവർക്കും ആദ്യമേ വന്നൊരു ആശങ്ക: ഇത് സാധാരണ മരണമാണോ അല്ലെങ്കിൽ ആത്മഹത്യയാണോ എന്ന്. ആരും അവിടെ ഇതൊരു പക്ഷെ കൊലപാതകമായിരിക്കുമോ എന്ന രീതിയിൽ ഒട്ടും ചിന്തിച്ചത് പോലുമില്ല. എന്നാൽ പോലീസിന്റെ അന്വേഷണം കൂടുതൽ ആഴത്തിലേക്ക് പോയപ്പോൾ വളരെ ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങളായിരുന്നു പുറത്തു വന്നത്. മകനെ പോലെ വളർത്തിക്കൊണ്ടുവന്ന മകളെ തൻ്റെ സ്വന്തം കൈകളാൽ കൊന്നത് ആ മകളുടെ അച്ഛൻ തന്നെയായിരുന്നു, ഫ്രാൻസിസ്. അതൊരു നിമിഷത്തിന്റെ കോപമാകാം, അല്ലെങ്കിൽ വർഷങ്ങളായി ശേഖരിച്ച അപമാനങ്ങളുടെ ഒരു പൊട്ടിത്തെറിയാകാം. എന്തായാലും ഒരു നിമിഷത്തിൽ അതെല്ലാം സംഭവിച്ചു. നമുക്കതിന് ഒരു ക്രൈം ഓഫ് പാഷൻ എന്ന് പേരിടാം. പക്ഷേ അതിന് പുറമെ വലിയൊരു പശ്ചാത്തലവും അവ്യക്തമായ പ്രശ്നങ്ങളും ഈ ഒരു സംഭവത്തിനുള്ളിലുണ്ട്. ഏഞ്ചൽ വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടി, എല്ലാവരെയും പോലെ പഠിച്ച് ജീവിതത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നം കണ്ടൊരു പെൺകുട്ടി. ഏഞ്ചലിനെ 2 വർഷം മുൻപ് വിവാഹം കഴിപ്പിച്ചയച്ചു. വളരെ സാധാരണമായ ഒരു വിവാഹം. പക്ഷെ ആ ഒരു വിവാഹബന്ധം അധിക നാൾ നീണ്ടു നിന്നില്ല. ഭർത്താവുമായി കനത്ത പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ഏഞ്ചൽ സ്വന്തം വീട്ടിലേക്ക് തന്നെ തിരികെ വന്നു. ഇതുവരെയും കേട്ടത് പലർക്കും പരിചയമായ ഒരു കാഴ്ചയാണ്. പക്ഷേ ഒരു പെൺകുട്ടി വിവാഹം കഴിഞ്ഞ ശേഷം വീട്ടിലേക്ക് തിരികെ വന്നാൽ മാതാപിതാക്കളുടെ മനസ്സിലുണ്ടാകുന്ന ആ ആശങ്കയും അവ്യക്തതയും അതൊരാൾക്കും ചെറുതാക്കാനാകില്ല. അപ്പോൾ ഏഞ്ചലിന്റെ അച്ഛനും അമ്മയും ഇവിടെ എന്തായിരിക്കും അനുഭവിച്ചിട്ടുണ്ടാവുക? ഇവിടെ മുതലാണ് ഈ ഒരു കഥയുടെ ദിശ മാറുന്നത്. മകളുടെ തിരിച്ചുവരവ് ഫ്രാൻസിസിന്റെ മനസ്സിൽ അസ്വസ്ഥതയായി മാറി. വീട്ടിലേക്ക് വന്ന മകൾ ഇനി തിരികെ പോകുമോ, എപ്പോൾ തിരികെ പോകുമെന്ന ആശങ്ക. മകൾക്കായി ജീവിക്കുന്ന ഓരോ പിതാവിനും ഈ ഒരു ചിന്ത മനസ്സിൽ വരുമല്ലോ. ഒരു പെൺകുട്ടിയെ കെട്ടിച്ചയച്ചതിന്റെ ഭാരം തീർന്നതായാണ് പല മാതാപിതാക്കളും ആദ്യം കരുതുന്നത്. പക്ഷേ ആ ഒരു വിവാഹബന്ധം തളർന്നാൽ മകളെ തിരിച്ചു വാങ്ങേണ്ട ഉത്തരവാദിത്വം വീണ്ടും തുടരും. ഫ്രാൻസിസ് അതിന്റെ ഭാരമായിരുന്നു അനുഭവിച്ചത്. മകളെ വളർത്തി വിവാഹം കഴിപ്പിച്ചയച്ചു. അതോടുകൂടി തന്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം തീർന്നുവെന്ന് വിശ്വസിച്ച് ആശ്വസിച്ചു കൊണ്ടിരുന്ന ഒരു പിതാവ്. പക്ഷേ മകൾ തിരികെ വന്നു. തൻ്റെ കഷ്ടതകളും ദുരന്തങ്ങളും വീണ്ടും വർദ്ധിക്കുകയാണോ എന്നൊരു തോന്നൽ. എന്നാൽ ഇക്കാര്യങ്ങളെല്ലാം സമൂഹം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ വരവോടുകൂടി 1000 ചോദ്യങ്ങൾ ഉയർന്നു വന്നു. പോരാത്തതിന് ഏഞ്ചൽ രാവിലെ 9 മണിക്ക് ജോലിക്ക് പോവുകയാണെങ്കിൽ തിരികെ വൈകുന്നേരം 6 മണിക്ക് വീട്ടിലേക്ക് വരേണ്ടതാണ്. പക്ഷേ ഏഞ്ചൽ വീട്ടിലെത്തുമ്പോൾ 9 മണി 10 മണിയൊക്കെ ആകും. ഇതെല്ലാം പരിസരവാസികൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവരിതൊരു വലിയ ചോദ്യമായി തന്നെ ഉയർത്തി. രാത്രി സ്കൂട്ടർ എടുത്ത് ഇവൾ എവിടെയാണ് പോകുന്നത്? ജോലി കഴിഞ്ഞ് എന്തുകൊണ്ട് ഇത്രയും വൈകി വരുന്നു? ഇതൊന്നും ഒട്ടും ശരിയല്ല. നിങ്ങളൊന്നും ഇതൊന്നും ചോദിക്കാറില്ലേ? അവളുടെ പെരുമാറ്റം തന്നെ സംശയാസ്പദമാണ്. ഇങ്ങനെ മറ്റുള്ളവരുടെ കണ്ണ് സംശയത്തോടു കൂടി മാറുമ്പോൾ ഒരു പിതാവിന്റെ കണ്ണിലും സംശയം ഒരു പക്ഷെ നിറയും. അതുകൊണ്ട് അദ്ദേഹം ഏഞ്ചലിനോട് പല ദിവസം പറഞ്ഞു, രാത്രിയിൽ ഇങ്ങനെ പോകരുത്, രാത്രിയിൽ ഏറെ വൈകി വീട്ടിലേക്ക് വരരുത്, നേരത്തെ വീട്ടിലേക്ക് വരണമെന്നൊക്കെ വളരെ സ്നേഹത്തോടു കൂടി പറഞ്ഞു നോക്കി. പക്ഷേ അവൾ അതൊന്നും കേട്ടില്ല, അനുസരിച്ചില്ല. ഇങ്ങനെ വളരെ സാധാരണമായ ഒരു അച്ഛൻ മകൾ വഴക്കായി ഇത് തുടങ്ങി.
ഇതൊക്കെ എല്ലാ കുടുംബത്തിലും സംഭവിക്കാറുള്ളത് പോലെ. സത്യത്തിൽ ഈ അയൽവാസികളുടെ കാര്യത്തിൽ എല്ലാവരും വലിയൊരു ജാഗ്രതയുള്ളവരായിരിക്കും. അവർ സുഖത്തിലാണോ ദുഃഖത്തിലാണോ ഇതെല്ലാം ഇങ്ങനെ അയൽവാസികൾ ഉറ്റുനോക്കും. ഇവിടെ അയൽവാസികൾ പറഞ്ഞതും അത് തന്നെയാണ്. രാത്രി നിങ്ങളുടെ മകളെ പുറത്തേക്ക് അയക്കുന്നത് എന്തിനാണ് ഇത്രയും വൈകി വരുന്നത്, അവൾക്ക് മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോ, ഇങ്ങനെ പല ചോദ്യങ്ങൾ. ഈ ഓരോ വാക്കുകളും ഫ്രാൻസിസിന്റെ മനസ്സിൽ വലിയൊരു അടിയാ തന്നെ വീണു. അദ്ദേഹത്തിന് താൻ പിതാവായി പരാജയപ്പെട്ടോ എന്നൊരു ഭയം വന്നു. താൻ പെൺകുട്ടിയെ ശ്രദ്ധിക്കാത്തവനാണോ എന്ന് പോലും അദ്ദേഹത്തിന് സ്വയം തോന്നിപ്പിച്ചു. ആരാധനാലയങ്ങളിൽ ഇങ്ങനെ മുടങ്ങാതെ പോകുന്ന ഫ്രാൻസിസിന് സ്വന്തം വീട്ടിൽ പ്രതിസന്ധി വന്നപ്പോൾ പിന്തുണയ്ക്കാൻ ആരും തന്നെ ഇല്ലാതായതുപോലെ തോന്നി. ഇങ്ങനെ മകളുടെ കാര്യത്തിൽ മാത്രം ദിവസവും വീട്ടിൽ വഴക്കായിരുന്നു. ഈ വഴക്ക് അതിഭീകരമായ ഒരു അവസാനത്തിലേക്ക് പായുമെന്ന് ആരും കരുതിയില്ല. ഒരു ദിവസം രാത്രി പതിവ് പോലെ ഏഞ്ചൽ തിരികെ വീട്ടിലേക്ക് വരുന്നു. വളരെ വൈകി വീട്ടിലേക്ക് എത്തി. അച്ഛൻ അവളെ ശകാരിക്കാൻ തുടങ്ങി. ഏകദേശം ഒരു രാത്രി 10 മണിയോടുകൂടിയാണ് സംഭവം. രാത്രി ഇത്ര വൈകി വീട്ടിലേക്ക് വരരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, രാത്രി സമയങ്ങളിൽ പുറത്തേക്ക് പോകാൻ പാടില്ല എന്നും പറഞ്ഞതല്ലേ. ഇങ്ങനെ അച്ഛൻ അവളെ വഴക്ക് പറഞ്ഞു. ഇതിന് ഏഞ്ചൽ പറഞ്ഞത് ഇല്ല, ഇതൊക്കെ എൻ്റെ ഇഷ്ടമാണ് എന്നവൾ പറഞ്ഞു. വാക്കുകൾ അവിടെ വലിയൊരു അടിയായി തന്നെ മാറി. ആ വാക്കുകൾ തന്നെ വലിയൊരു പ്രകോപനമായി. ഒരു നിമിഷം ഫ്രാൻസിസിന്റെ നിയന്ത്രണം തന്നെ അങ്ങ് തകർന്നു. വാക്കുകളിലൂടെ തുടങ്ങിയ ആ ഒരു തർക്കം ഒടുവിൽ ഭയാനകമായ ഒന്നായി മാറി. ഫ്രാൻസിസിന് പിന്നെ നിയന്ത്രിക്കാനേ സാധിച്ചില്ല. തോർത്തെടുത്ത് ഏഞ്ചലിന്റെ കഴുത്തിൽ മുറുക്കാൻ തുടങ്ങി. അടുത്ത സെക്കൻഡിൽ തന്നെ അവൾ താഴേക്ക് വീഴുകയും ചെയ്തു. ഇപ്പോ ഫ്രാൻസിസിനും ഭാര്യയ്ക്കും എന്ത് ചെയ്യണമെന്നേ അറിയില്ല. മകൾ മരിച്ചുവെന്ന് അവർക്ക് ഏതാണ്ട് ഉറപ്പായി. മരിച്ചതിനു ശേഷവും ഏറെ സമയം ഫ്രാൻസിസും ഭാര്യയും മകളെ തന്നെ നോക്കി നിന്നു. പിന്നീട് ബെഡ്റൂമിൽ അവളുടെ മുറിയിൽ കട്ടിലിൽ കൊണ്ട് അവളെ കിടത്തി. അവിടെയും ചെന്ന് കുറെ സമയം മകളെ തന്നെ നോക്കിയിരുന്നു ഫ്രാൻസിസ്. അന്നത്തെ ദിവസം രാത്രി അവർക്ക് ഉറങ്ങാനേ സാധിച്ചില്ല. പിറ്റേ ദിവസം അയൽക്കാരോട് പറഞ്ഞു മകൾ എഴുന്നേൽക്കുന്നില്ല എന്ന്. അയൽക്കാരെല്ലാം ഓടിക്കൂടി. ഏഞ്ചൽ മരിച്ചുവെന്ന് എല്ലാവർക്കും മനസ്സിലായി. പോലീസും സംഭവസ്ഥലത്തെത്തി. ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അയച്ചു. പോലീസ് ഇൻക്വസ്റ്റിൽ കഴുത്തിൽ പാടുകളുള്ളത് കണ്ടെത്തി. അപ്പൊ തന്നെ പോലീസിന് മനസ്സിലായി ഇതൊരു സ്വാഭാവിക മരണമല്ല, കൊലപാതകമാണെന്ന്. ഉടൻ തന്നെ അച്ഛനെയും അമ്മയെയും ചോദ്യം ചെയ്യാൻ തുടങ്ങി. സത്യത്തിൽ ഈ കൊലപാതകത്തിന് ശേഷം പോലും ആ പിതാവ് മൃതദേഹം ഒളിപ്പിക്കാൻ ശ്രമിച്ചില്ല. ഒരിക്കൽ പോലും ഒളിച്ചോടാൻ ശ്രമിച്ചില്ല. ആത്മഹത്യ, കള്ളക്കഥ ഒന്നും തന്നെ പറഞ്ഞില്ല. 1000 തെറ്റുകൾക്കൊപ്പം അദ്ദേഹം ആ ഒരു സത്യം അങ്ങ് പറഞ്ഞു. സ്വയം കുറ്റം സമ്മതിച്ചു. അതെ, ഞാനാണ് ചെയ്തത്, എനിക്ക് സഹിച്ച് മടുത്തു, മറ്റു മാർഗമില്ലായിരുന്നു. സത്യത്തിൽ ഇതൊരു ക്രിമിനലിന്റെ നീക്കമല്ല, ഒരു തകർന്ന മനസ്സിന്റെ പൊളിഞ്ഞ സത്യമായിരുന്നു. ഇത് ഒരു കുടുംബത്തിന്റെ ദുർഭാഗ്യ കഥയുമല്ല, നമ്മുടെ സമൂഹത്തിന്റെ ആഴത്തിലുള്ള ഒരു ക്ഷയരോഗമാണ്. നമുക്ക് ഈ സമൂഹത്തിൽ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട്, പക്ഷേ ജീവിതത്തിലെ പ്രതിസന്ധികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് പഠിപ്പിക്കുന്നില്ല. ഇവിടെയാണ് നമുക്കൊരു ചോദ്യം വരുന്നത്. ഫ്രാൻസിസിനെ ആ പ്രതിസന്ധിയിൽ സഹായിക്കാൻ ആരുണ്ടായിരുന്നു? മകൾ വീട്ടിൽ തിരികെ വന്നപ്പോഴോ, അയൽക്കാർ അവളെ വിലയിരുത്താൻ തുടങ്ങിയപ്പോഴോ, ആ ഒരു മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ഫ്രാൻസിസിനൊപ്പം ഒരാളെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല. നമ്മുടെ സമൂഹം ഈ പ്രതിസന്ധികൾ ജീവിക്കുന്നവരോട് പ്രശ്നങ്ങൾ പറയാനും എന്ത് ചെയ്യരുത് എന്ന് പറയാനും മാത്രമേ ശ്രമിക്കൂ. പക്ഷെ എങ്ങനെ അതിജീവിക്കണമെന്ന് ആരും പഠിപ്പിക്കുന്നില്ല. സത്യത്തിൽ ഈ ഒരു സംഭവത്തിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഇതിനുശേഷം ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാം. കാരണം ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വിലപ്പെട്ട കാര്യങ്ങളാണ്. ഒന്നാമത്തേത്, പാരമ്പര്യമായ വികാരങ്ങൾ കൊണ്ട് പ്രായോഗിക ജീവിതം കൈകാര്യം ചെയ്യാൻ ഒരിക്കലും ആകില്ല. പെൺകുട്ടിയെ കെട്ടിച്ചയച്ചതോടുകൂടി ഒരു പിതാവിന്റെ ബാധ്യത തീർന്നു എന്നും ആകില്ല. ഇന്നത്തെ കാലത്ത് പല പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നതിന്റെ കാരണം ഇത് തന്നെയാണ്. ഇനി സ്വന്തം വീട്ടിലേക്ക് പോയാൽ താൻ കുടുംബത്തിനൊരു ഭാരമാകുമോ, അച്ഛനും അമ്മയും തന്നെ സ്വീകരിക്കുമോ, കുടുംബം എന്ത് പറയും, അയൽവാസികൾ എന്ത് പറയും, ഇതിനേക്കാളും മരണമാണ് ഭേദമെന്ന ആ ഒരു വഴി തിരഞ്ഞെടുക്കും. അപ്പോൾ കെട്ടിച്ചയച്ചതിന് ശേഷം എല്ലാ ഉത്തരവാദിത്തങ്ങളും കഴിഞ്ഞുവെന്നൊരു കുടുംബം ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. മകൾ തിരികെ വന്നാൽ അവളെ സ്വീകരിക്കാനും തയ്യാറാകണം. അവളുടെ മനസ്സറിയാൻ തയ്യാറാകണം. അവളെ കേൾക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാകണം. രണ്ടാമത്തേത്, സമൂഹം ഒരാളെ തള്ളിവെക്കുമ്പോൾ അവരുടെ വികാരങ്ങൾ എങ്ങനെ ചിതറുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഏഞ്ചലിന്റെ പിതാവിന്റെ കാര്യവും ഇത് യോജിക്കുന്നുണ്ട്. രണ്ടുപേരുടെയും വികാരങ്ങൾ വ്യത്യസ്തമായിരുന്നു. എന്നാൽ ഇവരുടെ വികാരങ്ങളും ഇങ്ങനെ ചിതറിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു. മൂന്നാമത്തേത്, പ്രതിസന്ധികളെ നേരിടാൻ മാനസികമായി തയ്യാറാക്കുന്ന സംവിധാനങ്ങളൊന്നും നമുക്കില്ല. ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ സിറ്റിസൺ അഡ്വൈസ് ബ്യൂറോ പോലുള്ള സ്ഥാപനങ്ങളുണ്ട്. നമുക്കതില്ല. അതിന് പകരം പള്ളിയിലോ
വല്ല കുടുംബ വീട്ടിലോ പാർട്ടി ഓഫീസിലോ ഒക്കെ ചെന്നിരുന്ന് ആശ്വാസം തേടേണ്ടതായി വരും. നമുക്ക് ഇങ്ങനെ ആത്മഹത്യ ചെയ്തവരെ നോക്കി കരയാനാകും, ഓരോ കൊലപാതകങ്ങൾക്ക് ശേഷവും ആക്ഷേപിക്കാനുമാകും. പക്ഷേ അതിനു മുൻപ് കൈപിടിച്ചു കൂട്ടാൻ ആരും തന്നെ കാണില്ല. നാലാമത്തേത്, ഇത് എല്ലാ മതസ്ഥാപനങ്ങൾക്കും സാമൂഹിക പ്രവർത്തകർക്കും ഒരു മുന്നറിയിപ്പാണ്. മരണശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതിന് മുൻപ് ഈ ജീവിതം എങ്ങനെ സന്തുലിതമാക്കാം എന്നുള്ളത് കാണിക്കാനാണ് ശ്രമിക്കേണ്ടത്. സത്യത്തിൽ നമുക്കിതൊക്കെ പറയാൻ വളരെ എളുപ്പമായിരിക്കും, പക്ഷേ ജീവിതത്തിൽ ഇത് അനുഭവിക്കുമ്പോൾ നമുക്കൊക്കെ എന്തായിരിക്കും ചെയ്യാൻ സാധിക്കുക? ഫ്രാൻസിസ് എന്തായാലും തെറ്റ് ചെയ്തു, അത് നമുക്കിവിടെ ഒരിക്കലും ന്യായീകരിക്കാനാകില്ല. പക്ഷെ ആ തെറ്റ് സംഭവിച്ച പശ്ചാത്തലം കാണാൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെയാണ് ഇനി ഒരൊറ്റ ഫ്രാൻസിസ്, ഒരൊറ്റ ഏഞ്ചലും ഇരകളാകാതെ നമുക്ക് സംരക്ഷിക്കാനാകും. എന്തായാലും ഇനി ഏഞ്ചലിന്റെ ജീവിതം തിരികെ വരില്ല, ഫ്രാൻസിസിന്റെ ജീവിതം ഇനി പഴയതുപോലെ ആവുകയുമില്ല. പക്ഷേ നമ്മുടെ ജീവിതം ഇനിയും മുന്നോട്ട് പോകണം. നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ പ്രതിസന്ധികൾ വരും. നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ തയ്യാറാകുന്ന ഒരു വ്യക്തിയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ തുടക്കം നമ്മളിൽ നിന്ന് തന്നെയാകണം. നമ്മുടെ ജീവിതം തന്നെയാണ് നമ്മുടെ ശത്രു എന്ന് ഒരിക്കലും കരുതരുത്. നമ്മൾ അനുഭവങ്ങളോട് പ്രതികരിക്കുന്ന രീതി തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഫ്രാൻസിസ് എന്ന ആ ഒരു അച്ഛൻ്റെ മാനസികാവസ്ഥ, ഏഞ്ചലിൻ്റെ അകാല മരണം, ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ വീഡിയോസ് അറിയാനായി വിക്യുഎക്സ് മലയാളം എന്ന നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.